അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് എൻ്റെ മണ്ഡലത്തിൽ മണ്ണാർക്കാട് ടൗണിലാണ് ഈ പരിപാടി നടന്നത്. ഒരു പ്രദേശത്തെ കുട്ടികളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങായിരുന്നു. വാർഡുകൾ കൂടി കൗൺസിലർമാർ നടത്തുന്നൊരു പരിപാടി. അതിൽ ജലീൽ കുറെ കൂടി ഒരു ജാഗ്രത പുലർത്തണമായിരുന്നു. ഒരു സാമൂഹ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിന് നമ്മൾ കുട്ടികളെ അതിൽ ഒരു ഉപകരണമാക്കുക അല്ലെങ്കിൽ കരുവാക്കുക എന്നുള്ളത് ശരിയല്ല. ആ കുട്ടികൾ വിഷ്വലൈസ് ചെയ്യപ്പെട്ടു, ആ കുട്ടികളെ ലോകം മുഴുവനും കണ്ടു. അപ്പോൾ തീർച്ചയായും ആ പ്രവൃത്തി ആ കുട്ടികൾക്ക് വളരെ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവർ ലോകത്തിൻ്റെ മുമ്പിൽ പരിഹസിക്കപ്പെടുകയാണല്ലോ രണ്ട് കുട്ടികളും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു ശരിയായ രീതി ആയില്ല എന്ന അഭിപ്രായം എനിക്കുണ്ട്. പിന്നെ അതിലെ ചോദ്യങ്ങളും ഒക്കെ ഒരു നാടകീയത നിറഞ്ഞ രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഒരു പ്രസംഗമധ്യേ ഒരു സാമൂഹ്യ പ്രശ്നം ചർച്ച ചെയ്യാം, അതിന് ഞങ്ങൾ തെറ്റാണെന്ന് പറയുന്നില്ല. പക്ഷേ അത് ഇങ്ങനെ അതിന് അവിടെ കുട്ടികളെ ഒരു ഉപകരണമാക്കി ആ കുട്ടികൾ പരിഹസിക്കപ്പെട്ടു എന്നത് ഏറെ വേദനാജനകമാണ്. അങ്ങനെ വല്ല പോരായ്മകളും ഉണ്ടെങ്കിൽ അത് ആ കുട്ടികളോട് സ്വകാര്യമായിട്ടാണ് സൂചിപ്പിക്കേണ്ടത്. അതിങ്ങനെ പ്രദർശനാത്മകമായിട്ട് പുറത്തേക്ക് പോകേണ്ടിയിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ആ കുട്ടികളിൽ ഉണ്ടാക്കുന്ന പ്രയാസം ഒരിക്കലും അദ്ദേഹം ചിന്തിക്കാതെ പോയി എന്നുള്ളതും ശരിയായില്ല. അതാണ് അതിലെ ഒരു പ്രശ്നം. കാരണം സാമൂഹ്യ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാം. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള വിമർശനം ഞങ്ങളുടെ മുമ്പിലും ഉയർന്നു വന്നിട്ടുണ്ട്. അതിനൊക്കെ ജലീൽ ഉൾപ്പെടെയുള്ളവർ തന്നെയാണ് മറുപടി പറയേണ്ടത്. അക്കാദമിക രംഗത്ത് വലിയ തോതിലുള്ള നിലവാര തകർച്ച. അപ്പോൾ നല്ല മാർക്ക് വാങ്ങി പാസ്സായ കുട്ടികൾക്ക് പോലും എഴുത്തിലും വായനയിലൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ചില അഭിപ്രായങ്ങൾ പല കോണുകളിൽ നിന്നും. ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അന്നത്തെ വിദ്യാഭ്യാസ സെക്രട്ടറി തന്നെയാണ് ആദ്യമായിട്ട് ഇത് പറഞ്ഞത്. എഴുതാനും വായിക്കാനും അറിയാത്ത കുട്ടികളാണെന്ന് അന്ന് പറഞ്ഞത് അന്നത്തെ വിദ്യാഭ്യാസ സെക്രട്ടറിയാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ അതിപ്പോൾ അങ്ങനെ വ്യാപകമായി ഉണ്ടെന്നുള്ള അഭിപ്രായം എനിക്കില്ല. എന്നാൽ ചില കുട്ടികളുടെ കേസിൽ ഉണ്ടാവാം. ഞങ്ങൾ ഇത്തവണ ഈ 100 ദിന കർമ്മ പരിപാടിയിൽ ആ പ്രശ്നം പ്രത്യേകമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഒരു കുട്ടി ഒരു ക്ലാസ്സിൽ ആർജിച്ചിരിക്കേണ്ട വിവരം ആ കുട്ടി ആർജിച്ചിട്ടുണ്ടോ എന്ന ഒരു പരിശോധന ഈ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മൾ വെക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും പരീക്ഷകളൊക്കെ ഇല്ലെന്ന്. പക്ഷേ പരീക്ഷകളിൽ അങ്ങനെ ഒരു സ്ട്രിക്റ്റ് നിലവാരമില്ലല്ലോ ഇപ്പോൾ. അതിൻ്റെയും മറ്റു വശങ്ങളൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ക്ലാസ്സിലും ആർജിക്കേണ്ട വിവരം, അത് ഭാഷാപരം ഗണിതപരം ഒക്കെ ആവട്ടെ, അത് കുട്ടി ആർജിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ അതിൻ്റെ ഒരു തുടക്കം ഈ 100 ദിന കർമ്മ പരിപാടിയിൽ ഒരു പദ്ധതി അവതരിപ്പിക്കുകയാണ്. പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് അത് ഉണ്ടാകും. അപ്പോൾ സത്യത്തിൽ അതിന് ഇവരൊക്കെ തന്നെയാണ് ഉത്തരം പറയേണ്ടത്. കഴിഞ്ഞ 10 കൊല്ലക്കാലമായി നമ്മളെ നാട്ടിൽ നടപ്പാക്കിയ രീതികളുടെ പോരായ്മയാണ് ഈ കുട്ടികളിലൊക്കെ ഇങ്ങനെ എഴുത്തും വായനയും അക്ഷരത്തെറ്റൊക്കെ വരുന്നത്. അപ്പോൾ ഏതായിരുന്നാലും ഞാനതിനെ ആ ആംഗിളിൽ കാണുന്നില്ല. അതിന് ആരുടെ കുറ്റം, അതിൻ്റെ രാഷ്ട്രീയം, അതിൻ്റെ മുന്നണി, ഭരണം എന്നൊന്നും പറയുന്നില്ല. അത് പരിഹരിക്കാനുള്ളൊരു പ്രശ്നം ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ജലീലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ജാഗ്രത വേണമായിരുന്നു. ആ കുട്ടികൾ പ്രദർശിപ്പിക്കപ്പെട്ടു, അവരെ അപമാനിക്കപ്പെട്ടു, അത് ശരിയായില്ല. മറ്റൊന്ന്, സംസ്ഥാനത്തെ ഡയറ്റ് ജീവനക്കാർക്ക് 3 മാസമായിട്ട് ശമ്പളമില്ല. അത് അങ്ങനെ ഒരു പ്രശ്നം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് പരിഹരിക്കപ്പെടും. അത് ഒരു പ്രത്യേക ക്രമീകരണത്തിൽ ഡെപ്യൂട്ടേഷനിലും മറ്റുമായിട്ടാണല്ലോ അവിടെ ജോലി ചെയ്യുന്നത്. അതിൻ്റെ ചില വിഷയങ്ങളുണ്ട്, ചില സാമ്പത്തികമായ പ്രശ്നങ്ങൾ ആ കാര്യത്തിലുണ്ട്. നിങ്ങൾക്കറിയാലോ, SSK ഫണ്ട് കുറേ കാലമായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അതിലുണ്ട്. അത് പരിശോധിക്കും, പരിഹരിക്കും. ഞാൻ അവിടെയുള്ള നാട്ടുകാരായിട്ട് ബന്ധപ്പെട്ടു, വിഷയങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു. നമ്മളിപ്പോൾ കേൾക്കുമ്പോഴേ ഒരു സംഗതിയിലൊരു പ്രതികരണം പറയണമെങ്കിൽ വേണമല്ലോ, പ്രത്യേകിച്ചും എൻ്റെ മണ്ഡലത്തിലുമാണ്. ഈ കുട്ടികളെ കാണാനെന്നുള്ള സാവകാശം ഉണ്ടായിട്ടില്ല. ഇന്നലെയാണ് സംഗതി. ഞാൻ ഇന്നലെ രാത്രി അവിടെ നിന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് പോകുന്നതാണ്. അപ്പോൾ കുട്ടികളെ കാണാൻ പറ്റിയിട്ടില്ല. ഇനി കാണാം. നാളെ തിരുവനന്തപുരത്ത് മീറ്റിംഗ് ഒക്കെ ഉണ്ട്, കാണാം. അല്ല, അത് ഞാനായിട്ട് നിയമ നടപടികൾ ആവശ്യപ്പെടുന്നില്ല. അത് എഫക്റ്റഡ് പാർട്ടീസ് ആണല്ലോ പറയേണ്ടത്. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലുള്ള ആളുകൾക്കൊക്കെ സ്വമേധയാ അതിൽ നടപടികൾ സ്വീകരിക്കാം. ഈ വിഷയത്തിലെ ഇപ്പൊ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രതികരണമായിട്ട് അദ്ദേഹം പറയുന്നത്, അതായത് ബോധപൂർവം കുട്ടികളെ
പരിഹസിക്കുകയോ അപഹസിക്കുകയോ ചെയ്തതല്ല, മറിച്ച് ഞാൻ പണ്ടത്തെ ഒരു അധ്യാപകനായിരുന്നു, അപ്പം ആ രീതിയിൽ ഉള്ള ഇതാണ് ഞാൻ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, ജാഗ്രത വേണമായിരുന്നു. ഇത് പരസ്യം ലോകം മുഴുവൻ കാണുകയാണ്. ഇന്നത്തെ കാലത്ത് എല്ലാവരുടെ കയ്യിലുണ്ട്, നെറ്റ് കണക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുട്ടികളിൽ അതുണ്ടാക്കുന്ന പ്രതിസന്ധി, അവർക്കുണ്ടാക്കുന്ന പ്രയാസം, അവർക്കുണ്ടാകുന്ന അപമാനം കാണാതെ പോയി എന്നുള്ളതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോൾ ഈ പറയുന്ന പ്രതികരണം വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, ഒരു ജാഗ്രത വേണമായിരുന്നു. അതുണ്ടായില്ല. അതിനൊന്നും അങ്ങനെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. പിന്നെ പരസ്യമായിട്ട് ഒരു കുട്ടിയെ നമ്മളങ്ങനെ ചെയ്യരുതെന്നാണ് എൻ്റെ പക്ഷം. ഇനിയിപ്പോൾ തെറ്റിന്ന് വെക്കുക, എഴുതിയിട്ട് തെറ്റി, അത് അവനെ സ്വകാര്യമായിട്ടാണ് ബോധ്യപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ അവളെ സ്വകാര്യമായിട്ടാണ് ബോധ്യപ്പെടുത്തേണ്ടത്. അങ്ങനെ പറയുമ്പോഴും സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ അധ്യാപകർ കുട്ടികളെ മർദ്ദിച്ച കാര്യങ്ങളും ശിക്ഷണ നടപടി കൊടുക്കുന്ന കാര്യങ്ങൾ പുറത്ത് വരുന്നുണ്ട്. അല്ല, അതിലൊക്കെ നമ്മളൊരു കൃത്യമായി അത്തരം സംഗതികളിൽ ഒക്കെ ഇടപെടാൻ തന്നെയാണ് തീരുമാനം. കാരണം ഇന്നത്തെ ഒരു രീതി അങ്ങനെയല്ലല്ലോ. അധ്യാപകർ വളരെ സൗഹൃദപരമായി കുട്ടികളുമായിട്ട് ഇടപെടുന്ന ഒരു പഠന രീതിയാണ് ഇന്നുള്ളത്. അതങ്ങനെ തന്നെ പോകണം. ഇതൊക്കെ ചെറിയ ചില മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ് അന്ന് സൂചിപ്പിച്ച വിഷയങ്ങൾ. അതൊക്കെ പരിശോധിക്കും.